ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൺഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പന്നമായ ഗൃഹാതുര സ്മരണയുടെ സംഗീതമായ കൈത്തറിയുടെ മധുരോർമ്മകളിലേക്കാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. തറിയുടെയും തിറയുടെയും നാടെന്ന ഖ്യാതി പണ്ടേ നമുക്കുണ്ട്. ദൈവത്തോളം ഉയരുന്ന തെയ്യങ്ങൾ ഈ നാടിൻ്റെ വികാരമാണ്. അതുപോലെ ഒരു നാടിൻ്റെ ഗതിവിഗതികളെ ഒരു കാലത്ത് നിയന്ത്രിച്ച ഗ്രാമീണ വ്യവസായമാണ് കൈത്തറി. ഏഷ്യയുടെയും മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കൈത്തറി വ്യവസായത്തിന്റെ ഈറ്റില്ലമാണ് പഴയ ചിറക്കൽ താലൂക്കിലെ അഴീക്കോട്. കൈകൊണ്ട് നൂല് ചുറ്റി മഗ്ഗത്തിന്റെ താളത്തിലൂടെ അമ്പരപ്പിക്കുന്ന തുണിത്തരങ്ങൾ അവർ നെയ്തെടുത്തു. അഴീക്കോടിന് കൈത്തറിയിൽ ഒരു പുഷ്പകാലമുണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും അന്ന് തറിയുടെ ശബ്ദം കേൾക്കുമായിരുന്നു. രാജരാജേശ്വരി വീവിംഗ് മിൽസ്, സ്വദേശി കമ്പനി, ഷാഹുൽ കമ്പനി, സുബൈർ ടെക്സ്റ്റൈൽസ്, അഴീക്കോട് സൊസൈറ്റി തുടങ്ങിയ ഒരു കാലത്ത് തിളങ്ങി നിന്ന പലതും വിസ്മൃതിയിലേക്ക് പോയി. ചുരുക്കം ചിലത് മാത്രം അങ്ങിങ്ങായി കാണാം. അഴീക്കൽ വീവേഴ്സ്, വാസുലാൽ, മസ്കോട്ട്, ഗുപ്ത കമ്പനി തുടങ്ങിയ ചിലത് മാത്രം. നെയ്ത്ത് വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു അഴീക്കോട് തെരു. മഗ്ഗമില്ലാത്ത വീട് അപൂർവമായിരുന്നു. നമസ്കാരം ഏട്ടാ. നമസ്കാരം. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ കൈത്തറി വ്യവസായത്തിൽ 45 വർഷമായി ജോലി ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 10 വർഷത്തോളം ഇവിടെ ജോലി ചെയ്യുന്നത്. ഞാൻ മുമ്പ് ജോലി ചെയ്തത് പിന്നെ സരസ്വതി വീവിംഗ് ഫാക്ടറി എന്ന് പറയും, എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്, DN ഗുപ്ത. അതായത് അഴീക്കോട് കൊട്ടായത്തമ്പാറ സ്ഥാപനത്തിൽ അവിടെ 38 വർഷം ജോലി ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പം 9 വർഷമായി, 10ാമത്തെ വർഷമാണ്. ഇപ്പോഴത്തെ ഈ വ്യവസായത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ട്, കൈത്തറി വ്യവസായത്തെ സംബന്ധിച്ച് മുമ്പ് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൈത്തറി വ്യവസായ രംഗമാണ് മര വ്യവസായം, കൈത്തറി വ്യവസായം, ബീഡി വ്യവസായം. ഈ 3 വ്യവസായമാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൈത്തറി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് കുടുംബങ്ങൾ ജീവിച്ച മേഖലയാണ്. പക്ഷേ ഈ രംഗത്തേക്ക് ഇപ്പം ജനങ്ങൾ വരുന്നില്ല. ഇപ്പം വിദേശ മാർക്കറ്റിൽ ഇപ്പോൾ ഹാൻഡ്ലൂം വേണമെന്നില്ല, അവർക്ക് തുണിയേ വേണ്ടു. പണ്ട് കൈത്തറിക്ക് 23 ഇനം തുണി മാറ്റി വെച്ചതാണ് കേന്ദ്ര ഗവൺമെൻറ്. അതിപ്പോൾ ഈ അടുത്തടുത്ത് കളഞ്ഞ് ഇതിപ്പം ടെക്സ്റ്റൈലായിട്ടും മറ്റേതിൽ പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ രംഗത്തേക്ക് ആളുകൾ വരണം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലതും നമുക്ക് നഷ്ടമായി. അതിലൊന്നാണ് കൈത്തറിയും. ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പൈതൃകമാണിത്. പഴയ പ്രൗഢിയോടെ നമുക്കിത് ചേർത്ത് പിടിക്കാം. സമ്പൽ സമൃദ്ധമായ ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരിടമാണിത്. രാവിലെ 7 മണി മുതൽ തറിയുടെ നാദം ഒന്നിച്ചുയരുമ്പോൾ ഒരു നാടിൻ്റെ ജീവൽ സ്പന്ദനത്തിന് ശ്വാസം വീഴുകയാണ്. തറിയുടെ നാദം നിലച്ചുപോയെങ്കിലും ഗതകാല സ്മരണകൾ ഇരമ്പുന്ന രാജേശ്വരി കമ്പനി ഇന്നും നാടിൻ്റെ വികാരമായി നിലനിൽക്കുന്നു. വീണ്ടും അടുത്ത സൺഡേ സ്പെഷ്യലിലൂടെ കാണാം. നന്ദി, നമസ്കാരം. അയ്യോ പോവല്ലേ, എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.